അപ്പോൾ ദൈവം ഒരു അദൃശ്യ ശക്തിയാണെന്നാണ് നമ്മുടെ പൊതുവിലുള്ള ധാരണ. തിരുവചനം വെളിപ്പെടുത്തിയിട്ടുള്ളത് ദൈവം ഒരു അദൃശ്യ ശക്തിയല്ല, മറിച്ച് അറിവ്, വികാരം, തീരുമാനശക്തി. നോട്ട് ചെയ്ത് പോണം കേട്ടോ. ദൈവം തിരുവചന വെളിച്ചത്തിൽ ഒരു അദൃശ്യ ശക്തിയായിട്ട് അല്ല, മറിച്ച് അറിവ്, ഇച്ഛ, വികാരം, തീരുമാനശക്തി എന്നിവകളുള്ള, കേൾക്കുകയും കാണുകയും സ്പർശിക്കുകയും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവമാണ്. ആമേൻ. നമ്മുടെ ദൈവം, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മുടെ അനിൽ സഹോദരൻ പോയോ? ആ ദൈവം അറിവ്, ഇച്ഛ, വികാരം, തീരുമാനശക്തി എന്നിവകളുള്ള, അടുത്തത് കേൾക്കുകയും കാണുകയും സ്പർശിക്കുകയും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവമാണ്. കേൾക്കുക, കാണുക, സ്പർശിക്കുക, അറിയുക, പ്രവർത്തിക്കുക, ഇവയുള്ള ജീവനുള്ള ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമാണ്. ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമാണ്. യിരെമ്യാവ് എന്താണ് പറഞ്ഞത്? നമ്മുടെ ദൈവം വായിച്ചേ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. കണ്ടോ, അവൻ ശാശ്വത രാജാവും തന്നെ. അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയില്ല. അപ്പൊ യഥാർത്ഥ ദൈവം, നാം ആരാധിക്കുന്ന ജീവനുള്ള ദൈവം, ആ ദൈവം ഒന്ന് കോപിച്ചാൽ ആ ദൈവത്തിന്റെ കോപത്തിങ്കൽ ഒരു മനുഷ്യനും പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഭൂമിയിലെ ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയില്ല. അപ്പം ഈ ലോകത്തിലുള്ള ജാതികൾ ആരാധിക്കുന്ന ആ ആരാധനമൂർത്തികളായിരിക്കുന്ന, പൈശാചികമായ സൈറ്റാനിക് വർഷിപ്പേഴ്സ് ആയിരിക്കുന്ന, ദൂതന്മാരെ ആരാധിക്കുന്ന, മനുഷ്യനെ ആരാധിക്കുന്ന, കല്ലിനെ മരത്തെയൊക്കെ ആരാധിക്കുന്നവരുണ്ട് അല്ലേ? എന്നാൽ അതിൻ്റെയൊക്കെ മുകളിലാണ് ആര്? നാം ആരാധിക്കുന്ന ദൈവം. അവൻ സത്യദൈവമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. യോഹന്നാൻ 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കണ്ടോ, യേശു അവനോട് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. അപ്പം പഴയ നിയമത്തിൽ യിരെമ്യാവ് പറഞ്ഞിരിക്കുകയാണ്, യഹോവ ദൈവമാണ് സത്യദൈവം, ജീവനുള്ള ദൈവം, ശാശ്വത രാജാവ്. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ. ആ ദൈവം ആരാണ്? ആ ദൈവം ഞാൻ തന്നെ. അപ്പം പഴയ നിയമത്തിൽ പ്രവാചകനിലൂടെ വെളിപ്പെട്ട ദൈവം പുതിയ നിയമത്തിൽ അക്ഷരീകമായി യഥാർത്ഥ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിട്ട് ആ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. ഇത്ര മഹാഭാഗ്യം വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇത്ര വലിയ ഒരു ദൈവിക സന്തോഷവും അവസരവും വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. 1 തിമോഥെയോസ് 2:5. ദൈവം ഒരുവന്, ദൈവത്തിനും മനുഷ്യർക്കും
മധ്യസ്ഥനും ഒരുവൻ. നോക്കണം, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ദൈവം ഏകനല്ലോ. അപ്പോൾ നാം ആരാധിക്കുന്ന ദൈവം മനുഷ്യനുമായി സമ്പർക്കം പുലർത്തുന്ന ദൈവമാണ്. ഹലോ, നാം ആരാധിക്കുന്ന ദൈവമേ നാമും മനുഷ്യനും സരിതശിക്ഷ കാണുന്നില്ലല്ലോ. നാമും മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുന്ന ദൈവമാണ്. കമലശിക്ഷ അന്വേഷിക്കാൻ പോയെന്ന് തോന്നിടക്കി. ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവങ്ങൾ, ദേവന്മാർ, ആരാധനാമൂർത്തികൾ, അവർ ഒരു സ്ഥലത്തിരിക്കും അല്ലേ? പ്രതിഷ്ഠ ഇരിക്കുന്നത് പോലെ ഒരു സ്ഥലത്തിരിക്കും ദേവന്മാരൊക്കെ. എന്നിട്ട് പറയും, നിങ്ങൾ വന്ന് എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. അങ്ങനെ ദൈവത്തെ കാണാൻ പോയി. ഇത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് കടന്നുകൂടിയിരിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, കത്തോലിക്കര് പറയുന്നത് കേട്ടിട്ടില്ലേ? ആരാധന കാണാൻ പോകുക, കൃപാന കാണാൻ പോകുക, പള്ളിയിൽ പോകുക. പെന്തക്കോസ്തുകാരായിരിക്കും, ദൈവമക്കളായിരിക്കും. നമ്മൾ ഒരിക്കലും ഇത് കാണാൻ പോകുന്നവരല്ല, അനുഭവിക്കാൻ പോകുന്നവരാണ്. കാരണം നമ്മുടെ ദൈവവും മനുഷ്യരും തമ്മിലൊരു സമ്പർക്കമുണ്ട്. എൻ്റെ അടുത്ത് ഇടപഴകുന്ന, എന്നോട് സംസാരിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുവാൻ, എൻ്റെ കരച്ചിൽ കാണുവാൻ, എൻ്റെ അവസ്ഥകളെ അറിയുവാൻ, മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതവിടെ പറയുന്നത്. അപ്പൊ അവൻ മനുഷ്യനുമായി സമ്പർക്കം പുലർത്തുകയും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കമലശിഷ്ട പോയി കാണുന്നില്ലല്ലോ, ഇടയ്ക്കൊന്ന് പോയിട്ട് സരിതശിഷ്ട കാണുന്നില്ല. നിങ്ങളെല്ലാം വീഡിയോ ഓണാക്കി വെച്ചാല് എനിക്ക് വീഡിയോ ഓൺ ആണ്, റേഞ്ചിന്റെ ആയിരിക്കും. അതാ ഈ ചർച്ചിൽ ആളുകൾ വന്നിരിക്കുന്ന പോലെയാ ഇപ്പോഴത്തെ അവസ്ഥ. ചർച്ചിൽ എല്ലാവരും പ്രസന്റ് ആണ്, പക്ഷെ മനസ്സൊന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ പോലെ. ചിന്തകളെല്ലാം പല വഴിയില്. കർത്താവേ സ്തോത്രം. നെറ്റ്വർക്കൊക്കെ ഉണ്ടാകണമേ. അപ്പോൾ അവൻ മനുഷ്യനുമായി സമ്പർക്കം പുലർത്തുകയും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഒന്ന്, അവൻ മനുഷ്യനുമായി സമ്പർക്കം പുലർത്തും. രണ്ട്, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ ഈ ചിന്തകളൊക്കെ മനസ്സിൽ ഇരിക്കണം കേട്ടോ. ദൈവത്തിന്റെ ആളത്വം നമ്മൾ പഠിക്കുമ്പോൾ വിചാരങ്ങളുള്ള, നേരത്തെ നമ്മൾ അതെല്ലാം ചിന്തിച്ചതാണ്, അറിവ്, ഇച്ഛ, വികാരം അല്ലേ, തീരുമാന ശക്തി, ഇതെല്ലാം അതിൽ ഓരോന്നും വിവരിക്കേണ്ടതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഓടിച്ച് പറഞ്ഞു വിടുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ദൈവം അവിടെ കൊണ്ട് തീരുന്ന ദൈവമല്ല, മനുഷ്യനുമായ ഒരു സമ്പർക്കം പുലർത്തുന്ന ദൈവമാണ്. ഈ സമ്പർക്കം പുലർത്തുന്നതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? നമ്മുടെ വീടും അയലോക്കത്തെ വീടും തമ്മിൽ സമ്പർക്കം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ആ വീട്ടുകാർക്കറിയാം. ഈ സമ്പർക്കം ഇല്ലെങ്കിലോ അവിടെ എന്ത് നടക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും ഈ മതില് കെട്ടി ഒതുങ്ങി കൂടി താമസിക്കുന്ന ആളുകൾ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന ഒരു മരിച്ചാൽ പോലും എന്ത് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിലൊക്കെ പല വാർത്തകൾ. ഓരോ വീടുകളിലൊക്കെ അമ്മച്ചിയൊക്കെ മരിച്ചു കിടന്നിട്ട് ആഴ്ചകളായിട്ട് അറിയുന്നില്ല. കാരണം വിദേശത്തുള്ള മക്കൾ വിളിക്കാറില്ല. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴാണ്, എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നോക്കിയപ്പോഴാണ് മരിച്ചു കിടന്നിട്ട് ദിവസങ്ങളായി, മരിച്ചു, ബെഡേ കിടക്കുക. അപ്പൊ മക്കളുമായിട്ടും സഹോദരങ്ങളായിട്ടും അപ്പനും അമ്മയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവക്കംകാരുമായിട്ടൊക്കെ ഒരു സമ്പർക്കം ഉള്ളുമ്പോൾ ഉള്ള പ്രത്യേകത, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്കും അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഏറ്റവും ഗുണകരമായ കാര്യം, അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തും. നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അവരേതാവുന്ന സപ്പോർട്ടുകൾ ചെയ്യും. പിന്നെ മനുഷ്യന്റെ സമ്പർക്കം
മനുഷ്യന്റെ ഇടപെടലൊക്കെ ചിലപ്പോൾ നമ്മുടെ നാശത്തിന് കാരണമായി തീരും. അല്ലേ? പക്ഷെ ദൈവത്തിന്റെ അങ്ങനെയല്ല. ദൈവം നമ്മുടെ അടുക്കൽ ഇടപെട്ടാൽ, ദൈവം നമ്മളുമായി ഒരു സമ്പർക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ഖജനാവിന്റെ അവസ്ഥ ദൈവത്തിന് അറിയാം. നമ്മുടെ അടുക്കളയുടെ സാഹചര്യം ദൈവത്തിന് അറിയാം. നമ്മുടെ ശാരീരിക അവസ്ഥകൾ ദൈവത്തിന് അറിയാം. നമ്മുടെ നമ്മുടെ പ്രയാസങ്ങളെ ദൈവത്തിന് അറിയാം. പ്രശ്നങ്ങളെ ദൈവത്തിന് അറിയാം. കുറവുകളെ ദൈവത്തിന് അറിയാം. ആമേൻ. ജീവിതത്തിൽ നമ്മുടെ ശൂന്യതകളെ ദൈവത്തിന് അറിയാം. അടുത്തത്, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. മനുഷ്യനുമായി സമ്പർക്കം പുലർത്തിയിട്ട് കിട്ടുന്ന മേടിച്ചോണ്ട് പോകുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. അല്ലേ? പലയിടങ്ങളിൽ അങ്ങനെയല്ലേ? കിട്ടുന്ന മേടിച്ചോണ്ട്. പക്ഷെ നമ്മളുമായിട്ടൊരു സമ്പർക്കം ഉള്ള ദൈവം നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് അടുത്ത് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ, സങ്കടങ്ങളെ, വേദനകളെ കണ്ട് മനസ്സിലാക്കി നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകുന്ന ദൈവമല്ല, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു, പ്രവർത്തിച്ചോ? പത്രോസിന്റെ അമ്മായിമ്മ സുഖമില്ലാതെ കിടന്നു, പ്രവർത്തിച്ചോ? യായിറോസിന്റെ മകൾ പ്രാണനെ വിട്ടു, യേശു പ്രവർത്തിച്ചോ? കുരുടനായി ബർത്തിമായി നിന്ന് നിലവിളിച്ചു, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ. ആ നിലവിളിയെങ്കിൽ യേശു പ്രവർത്തിച്ചോ? ലാസറിന്റെ വീട്ടിൽ യേശു വന്നെങ്കിൽ അവിടെ വിടുതലുണ്ടായോ? നൂറുകണക്കിന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ. ഈ യേശുവിനെ, ഈ ദൈവത്തെ വഹിക്കുന്ന, ഈ ദൈവവുമായി ബന്ധമുള്ള നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ മേൽ ആ അഭിഷേകം തന്നിട്ടുണ്ട്, നിങ്ങളെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആളത്വം അത് നമ്മിലേക്ക് വന്നു കഴിയുമ്പോഴാണ്. പത്രോസ് യോഹന്നാനും പോയപ്പോ ദേവാലയത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന മുടന്തനായ വ്യക്തി വല്ലതും തരണേന്ന് ഭിക്ഷയാചിക്കുക. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള ഒരു ആളത്വമുള്ളവൻ, ദൈവീയ ആളത്വം. ഞങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്, ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, ഞങ്ങളുടെ സമ്പർക്കത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുമുണ്ട്. ആ യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അല്ലേ? യോടിയുടെ സൗഖ്യം വ്യാപരിച്ചു. നിങ്ങളുടെ മേലും ആ ദൈവിക അധികാരം തന്നിട്ടുണ്ട്. കിടതങ്കമാൻറ്റി, ആ അധികാരം ആന്റിയുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. സരിത സിസ്റ്റർ നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. ഷെഫി സിസ്റ്ററെ, ആമേൻ. നിങ്ങളുടെ ശുശ്രൂഷയിൽ എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇപ്പൊ ചിലപ്പോൾ മനസ്സിന്റെ അകത്തൊരു ചെറിയ ചിന്ത ഉണ്ടാകും, ദൈവമേ ഇപ്പം നേഴ്സുമാർക്കൊക്കെ സാലറി ഒക്കെ കൂട്ടി കിട്ടിയല്ലോ, എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു ശൂന്യതയിലും എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാകാം. പക്ഷെ അതിനേക്കാൾ വലിയവൻ നിങ്ങളുടെ കൂടെയുണ്ട്. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തന. ഏലിയാവിന് വേണ്ടി 2 അടയാണ് ഉണ്ടാക്കി കൊടുത്തതെങ്കിലും അവൻ 2 അട ഉണ്ടാക്കി അവര് മരിക്കാനിരിക്കുക. അവിടെ ഏലിയാവിന് വേണ്ടി ഏലിയാവ് പറഞ്ഞു, നീ എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിയതാ. ആ ചെറിയ അട ഒരെണ്ണം ഉണ്ടാക്കി ഏലിയാവിന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചെറിയ അട ഏലിയാവിന് കൊടുത്താൽ പിന്നെയും 2 എണ്ണം ഉണ്ടാക്കി കഴിക്കാൻ 2 പേർക്കും മാവ് കണ്ടെന്നിരിക്കുക. അപ്പം അവര് ചിന്തിച്ച് കാണുമ്പോ ചെറുത് പുള്ളിക്കും കൊടുക്കാം. പക്ഷെ പിന്നെ കോരിയിട്ടുണ്ടല്ലോ, ആ ചെറിയ അട ഉണ്ടാക്കാൻ വേണ്ടി മാവ് കോരിയെങ്കിൽ അതിനുശേഷം വീണ്ടും പോയി അവൾക്കും മകനും വേണ്ടിയുള്ള അട ഉണ്ടാക്കാൻ മാവ് കോരി കാണും, എണ്ണ കോരി ഒഴിച്ച് കാണും. പക്ഷെ കലത്തിലെ മാവ് തീരുന്നില്ല, അതിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അടയുണ്ടാക്കി വെക്കുന്നു, അടയുണ്ടാക്കി വെക്കുന്നു, അടയുണ്ടാക്കി വെക്കുന്നു, മാവ് തീരുന്നില്ല, എണ്ണ തീരുന്നില്ല. ആമേൻ. അപ്പൊ ഇവിടെ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പ്രൈസ് ടു ജീസസ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. 1 തിമോഥെയോസ് 2:5 നമ്മൾ വായിച്ചത്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ
ഒരുവനല്ലോ. ഒത്തിരി ഭാഗങ്ങൾ അതിനോടനുബന്ധിച്ച് പഠിക്കുന്നുണ്ട്. നമുക്ക് താഴോട്ട് നമുക്ക് നോക്കാം. അപ്പൊ ദൈവം ഏകനാണ്, ജീവനുള്ള ഏക സത്യ ദൈവമാണ്. അത് ഒരുവനേ ഉള്ളൂ നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം. ആമേൻ. അതില് ദൈവത്തിന്റെ ആളത്വം പഠിക്കുമ്പോൾ അതിൽ ഒന്നാമത്തത് ദൈവിക ത്രിത്വം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ദൈവിക ത്രിത്വം. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിച്ചതേ ഉള്ളൂ. നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കാം താഴോട്ടുള്ള ഭാഗത്ത്. ദൈവിക ത്രിത്വം അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള വിഷയമാണ്. ഇന്നും ആളുകൾക്ക് വിവേചിച്ചിട്ടും അത് വ്യാഖ്യാനം ചെയ്തിട്ടും അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലോട് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിന്റെ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ആരെ പറ്റിയാ പഠിക്കുന്നത്? ദൈവത്തെ പറ്റിയാണ്. പക്ഷെ ദൈവത്തെ പറ്റി പഠിക്കാൻ എത്ര ശ്രമിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യ മസ്തിഷ്കത്തിൽ ഒതുങ്ങുന്നവനല്ല ആര്? നമ്മുടെ ദൈവം. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യം വിളിച്ചുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അപ്പൊ ദൈവം ഏകനെങ്കിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ ചേർന്ന് ത്രീ ഏക ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. ദൈവം ഏകനെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഇവ ചേർന്ന് ത്രിയേക ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ തിരുവചന വെളിച്ചത്തിൽ അത്യുന്നതനായ ദൈവം അല്ലേ, അതിന്റെ സാരാംശത്തിൽ നമ്മൾ നോക്കിയാൽ ഏകത്വവും മൂർത്തിത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നും മൂന്ന് മൂർത്തികളും ഉള്ളവനാണെന്നും കാണാൻ കഴിയും. ത്രിമൂർത്തികൾ എന്ന് നമ്മൾ പറയാറില്ല, ത്രിമൂർത്തികൾ. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നതാണ് ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും അടങ്ങി മൂന്നായിട്ടും ഒന്നായിട്ടും സ്ഥിതി ചെയ്യുന്ന അത്ഭുതവാനാണ് ത്രിയേക ദൈവം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് ടി.എ. മാമൻ എന്ന് പറയുന്ന സത്യവേദ ദർപ്പണം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും. മനസ്സിലായോ? ആ പദം നിങ്ങൾക്ക് മനസ്സിലായോ? ഏകത്വത്തിൽ ത്രിത്വം എന്നാൽ ഏകൻ എന്ന് പറയുമ്പോൾ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നായിട്ട് അതിനെ. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദേഹം, ദേഹി, ആത്മാവ്. കണ്ടോ? നിങ്ങൾക്ക് ഈ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? H2O എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപമാണെന്ത്? ജലം എന്നുള്ളത്, വാട്ടർ എന്നുള്ളത്, അല്ലേ? പക്ഷെ വെള്ളത്തിനൊരു സ്വഭാവമുണ്ട്, വെള്ളം ആരോടും ചേരും. വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? വെള്ളം ആരോടും ചേരും. എന്നാൽ വെള്ളത്തിന് വേറൊരു സ്വഭാവമുണ്ട്, വെള്ളം ഒന്നിനോടും ചേരില്ല. വെള്ളം ഒന്നിനോടും ചേരില്ല. എന്നാൽ വെള്ളം H2O എന്ന് പറയുന്ന അതിലെ ഘടകങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പം എല്ലാത്തിനോടും ചേരും. ചായ വെച്ചോ, നാരങ്ങ വെള്ളം ആവട്ടെ, ജ്യൂസ് ആകട്ടെ, ഇനി എന്ത് സാധനം നിങ്ങൾ ഉണ്ടാക്കിയാലും അതിനോട് ചേർന്ന് എന്ത് ചെയ്യും? വെള്ളം നിൽക്കും, അല്ലേ? ഇനി ചെളിവെള്ളം, ഓടയിലെ വെള്ളം, അങ്ങനെ എന്തിനോട് ചേർന്ന് നിൽക്കും. പക്ഷേ വെള്ളത്തിന്റെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങുമ്പോണ്ടല്ലോ ഇവൻ അങ്ങോട്ട് വിഘടിക്കും. ഇവൻ നീരാവിയാകാൻ തുടങ്ങും. നീരാവിയാകാൻ തുടങ്ങുമ്പോൾ ഇവന് ചേർന്നതൊന്നും ഇവൻ കൊണ്ടുപോവുകയില്ല. ഒരു സാധനത്തെ ഇവന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പച്ച കളറിലോ മഞ്ഞ കളറിലോ ചുവന്ന കളറിലോ, ഇനി ഏത് രീതിയിലും പായസമായിട്ടാകട്ടെ, ഇനി അല്ല ഏത് വേസ്റ്റ് കൂനയ്ക്കകത്ത് കിടക്കുന്നതാകട്ടെ, ഓടയിലെ വെള്ളമാകട്ടെ, ഇവൻ അങ്ങോട്ട് വിഘടിച്ചു കഴിഞ്ഞാൽ, ഇവൻ അങ്ങോട്ട് ചൂടാകാൻ തുടങ്ങിയാൽ, നീരാവിയാകാൻ തുടങ്ങിയാൽ പിന്നെ ഇവനിൽ ഒരു മാലിന്യവും നിൽക്കത്തില്ല. കടലിലെ ഉപ്പുവെള്ളമാ, കായലിലെ വെള്ളം, അല്ലേ? ചെളിവെള്ളം, കലക്കവെള്ളം, ഓടയിലെ വെള്ളം നിൽക്കുവോ? നല്ല മീൻകറി ഉണ്ടാക്കിക്കോ, മീൻകറിയിൽ എല്ലാ സാധനവും ചേർത്തോ, എല്ലാം ഇവനോട് ചേരും. പക്ഷെ ചൂടായി കഴിയുമ്പോൾ അതിന് മേളൊരു പാത്രം നിങ്ങൾ വെക്കണം. അത് മൂടി വെക്കുന്നൊരു പാത്രം, അല്ലേ? ആ മൂടി വെക്കുന്ന പാത്രത്തിലോട്ട് ചൂടടിച്ചു കഴിയുമ്പോൾ പാത്രം ഒന്ന് തുറന്നു നോക്കി, അടപ്പം തുറന്നു നോക്കി, ഈ അടപ്പിലിരിക്കുന്ന വെള്ളത്തില്
അതിനകത്ത് പുളിയുണ്ടോ, ഉപ്പുണ്ടോ? ഒന്നും കാണുകയില്ല. നിങ്ങൾ തോരനുണ്ടാക്കിയോ, എന്ത് വേണേ ഉണ്ടാക്കി, എണ്ണയ്ക്കകത്ത് ചേർത്തോ, എണ്ണയ്ക്കകത്ത് പോലും വെള്ളം ഒന്നും ചെയ്യില്ല, അവിടെ ഇരിക്കുകയില്ല. വിഘടിച്ചു കഴിഞ്ഞാൽ, ചൂടായി കഴിഞ്ഞാൽ, ഇതാ ദൈവമക്കളും അങ്ങനെ ആയിരിക്കണം. ദൈവമക്കൾ ആത്മീക ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മാലിന്യം ഒന്നും അതിനകത്ത് എന്ത് ചെയ്യരുത്. അത് ഈ തണുക്കരുതെന്ന് പറയുന്നത്, നമ്മൾ ചൂടുണ്ടാവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മാവിന് പ്രത്യേകതയുണ്ട്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്, കമല സിസ്റ്റർ പോയോ? സിസ്റ്റർ കാണുന്നില്ലല്ലോ. ഇന്ന് എല്ലാവർക്കും നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. മനുഷ്യന്റെ ആത്മാവിന് പ്രത്യേകതയുണ്ട്. ഇവൻ ദൈവാത്മാവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവന്റെ ജഡം, ദേഹം ഇതൊക്കെ അങ്ങോട്ട് വിഘടിക്കും. ദൈവാത്മാവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ചൂട് പിടിക്കും. പിന്നെ ഈ ലോകത്തിന്റെ ഒരു മാലിന്യമല്ല നിൽക്കുകയല്ല. ജീവിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിന്മേൽ, പ്രൈസ് ദി ലോർഡ്, തീരുമാനത്തിന്മേൽ ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളോട് പറയട്ടെ, പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ലോകത്തിന്റെ മാലിന്യമൊക്കെ വിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എരിവും പുളിയും ഒരു ചായയുടെ കളറോ പായസത്തിന്റെ ആകട്ടെ വേസ്റ്റിന്റെ ആകട്ടെ ഒന്നും നിൽക്കില്ല. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും? ക്രിസ്തുവിനോട് ചേരും. അതുകൊണ്ടാണ് യോഹന്നാന്റെ റോമലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നേ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം, അല്ലേ? ഇവിടെ അങ്ങനെയല്ലേ വായിക്കുന്നേ? മൂന്നാം വാക്യം, 2-ാം വാക്യം മുതൽ വായിച്ചോ. പാപസംബന്ധമായി മരിച്ചവരാ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ് നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചിരിക്കാൻ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ ത്രിത്വം നമ്മൾ പഠിക്കുമ്പോൾ ട്രിനിറ്റി, ഏക ദൈവം. അപ്പം ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ മനുഷ്യർക്ക് മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ. മറ്റു മതങ്ങളിലെ ബഹുദൈവ വിശ്വാസവും, ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഇത് മനസ്സിലാക്കണം. മറ്റു മതങ്ങളിലെ ബഹുദൈവ വിശ്വാസവും നിന്നും തികച്ചും വിഭിന്നമാണ് വേദപുസ്തകം ആദ്യോടെ നാം പഠിക്കുമ്പോൾ ഈ ത്രിമൂർത്തികള് ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നത്. സൃഷ്ടിപ്പ് മുതൽ ത്രിയേകത്വം ദർശിക്കാൻ കഴിയും. കാരണം സൃഷ്ടിയില് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം സകലവും എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെ. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. നോക്കണം. അപ്പൊ ആത്മാവാൻ ദൈവം വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറയുന്നതായി വായിക്കുന്നുണ്ട്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതിൽ 26-ാമത്തെ വാക്യത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പൊ ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിന്റെ ആളത്വം നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ?
നമ്മുടെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ത്രിത്വം ഭാരതീയ ക്രൈസ്തവ ചിന്തയിൽ, ത്രിത്വം ഒരു ഹെഡിങ് ആണ്, ത്രിത്വം ഭാരതീയ ക്രൈസ്തവ ചിന്തയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചന്തോക്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ചന്തോക്യ ഉപനിഷത്ത് നിങ്ങളുടെ നോട്ടിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ ഭാഗം. ആ ഉപനിഷത്ത് നിങ്ങൾ കേട്ടില്ല? ഉപനിഷത്ത്. അപ്പൊ ചന്തോക്യ ഉപനിഷത്ത് എന്ന സംഭവമുണ്ട്. അതിനകത്ത് 6:2 ഇങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സച്ചിദാനന്ദ കേട്ടിട്ടുണ്ടോ? സച്ചിദാനന്ദ, സച്ചിദാനന്ദ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ? പല ഹിന്ദുക്കൾക്കും പല ആളുകൾക്ക് സച്ചിദാനന്ദ എന്നുള്ള പേരുണ്ട്. ഭാരതീയ ക്രൈസ്തവ ചിന്തകരായ KC സൈനും അങ്ങനെ വ്യക്തിയെ കേട്ടിട്ടുണ്ടോ? KC സെൻ എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? KC സെൻ 1838 1884 ജീവിച്ചിരുന്നവരെ, നമ്മളെക്കാളും ഏതാണ്ട് 150 വർഷം മുമ്പ് ജീവിച്ചിരുന്നവരാ അവര്. 1884, ഞാൻ ജനിക്കുന്നതിന് 100 വർഷം മുമ്പ് ജീവിച്ചിരുന്നവരാ. ആള് മരിച്ചുപോയി. ഞാൻ ജനിക്കുന്ന 100 വർഷം മുമ്പ് ആള് മരിച്ചുപോയി. അതുപോലെ ബ്രഹ്മാണ്ടാവ് ഉപാധ്യായം ഒരു വ്യക്തിയായിരുന്നു. ബ്രഹ്മാണ്ടാവ് 1861 1907 കാലഘട്ടം. 907 അദ്ദേഹം മരിച്ചു. ബ്രഹ്മനെ കുറിച്ചുള്ള നിഷേധാത്മകമായ ഒരു പ്രസ്താവനയാണ് സച്ചിദാനന്ദ ബ്രഹ്മൻ എന്നുള്ളത്. സച്ചിദാനന്ദ ബ്രഹ്മൻ കേട്ടിട്ടുണ്ടോ? അതിനകത്ത് സച്ചിദാനന്ദ എന്നുള്ള വാക്കിനെ നമ്മൾ വിഘടിച്ച് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഒന്ന് സത്ത് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ചിത്ത്, സത്ത് ചിത്ത് ആനന്ദ. സച്ചിദാനന്ദ എന്നുള്ളതിൽ സത്ത് ചിത്ത് ആനന്ദ. ഇതിലൊരു ആന്തരിക ത്രിത്വം ഉണ്ട് അല്ലെ? സത്ത് ചിത്ത് ആനന്ദ എന്ന് പറയുമ്പം അതാ സച്ചിദാനന്ദ. ഇതിൽ സത്തെന്ന് പറഞ്ഞാൽ സ്വയംഭൂ, സ്വയമായി ഉളവായത്. അപ്പൊ സ്വയംഭൂവും സൃഷ്ടാവുമായ പിതാവായ ദൈവത്തെയാണ് കാണുന്നത്. സ്വയംഭൂവായിരിക്കുന്ന ദൈവത്തെ. ചിത്തെന്ന് പറഞ്ഞാൽ വചനമായ യേശുക്രിസ്തുവിനെയും, ചിത്ത് എന്ന് പറയുമ്പോൾ സത്ത് ചിത്ത് എന്ന് പറയുമ്പോൾ വചനമായ യേശുക്രിസ്തുവിനെയും, ആനന്ദ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയുമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഭാരതീയ ക്രൈസ്തവ ചിന്തയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഇനി അവതാരങ്ങളെ കുറിച്ച് ഹൈന്ദവ വിശ്വാസങ്ങൾ പറയുന്നുണ്ടല്ലോ. ഭാരതീയ ചിന്തയിൽ എപ്പോഴും അവതാരങ്ങൾക്ക് മുൻഗണനയുണ്ട്, അവതാരങ്ങൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഭാരതീയ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൈസ്തവ മിഷണറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവ ചിന്തയിൽ ഭാരതീയർ പറയുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ദൈവനെ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 അല്ലേ? അപ്പൊ അതിന് ദൂതൻ പറയുന്നൊരു വാക്കാണ് ലൂക്കോസ് 2:11. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്കോസ് 2:11. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 1:35. ലൂക്കോസ് 1:35 ഞാനിപ്പോ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് 2:11. 3:16 യോഹന്നാൻ, ലൂക്കോസ് 1:35, ലൂക്കോസ് 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഭാരതീയ ക്രൈസ്തവ ചിന്തയിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് വ്യക്തമായും കൃത്യമായി 3 വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 3:16, ലൂക്കോസ് 1:35, ലൂക്കോസ് 2:11.
യേശുവിന്റെ സ്നാനം. അടുത്തത് യേശുവിന്റെ സ്നാനം ഹെഡിങ്ങില്. മർക്കോസ് 1:10-11. മർക്കോസ് 1:10-11. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ദൈവ ആത്മാവ് പ്രാവുന്ന പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. മനുഷ്യന്റെ വീണ്ടെടുപ്പ് നിത്യാത്മാവിനാൽ യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു. പിതാവാം ദൈവം അത് അംഗീകരിച്ചു. അപ്പൊ മനുഷ്യന്റെ വീണ്ടെടുപ്പ് പുത്രനിലൂടെ ഉള്ളത് ദൈവം എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഒരുപാട് യാഗങ്ങൾ നടന്നെങ്കിലും പഴയ നിയമ കാലഘട്ടങ്ങളിൽ മതാനുസാരണികളായിരിക്കുന്നവർ മതത്തിൻ്റെതാകുന്ന നേർച്ചകളും കാഴ്ചകളും കൊണ്ടൊക്കെ ഇത് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇതൊന്നും നടപ്പിലായില്ല. അതുകൊണ്ട് പിതാവായ ദൈവം അത് അംഗീകരിച്ച് ആ അംഗീകാരം ദൈവം നടപ്പിലാക്കി തരികയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു ഭാഗം അതുകൂടെ പഠിപ്പിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വരെ എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, മാനവജാതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ, ഈ ഒന്നാം ഭാഗത്ത് നമുക്ക് ഇവിടം വരെ പഠിക്കാനുണ്ട്. മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, ത്രിയേക ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, ത്രിയേക ദൈവത്തിന്റെ ധാർമ്മിക ഗുണങ്ങൾ, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ വേഗത്തിൽ അങ്ങ് പോകും കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് പോക്കണേ. എഫേസ്യർ 3:1-5 വരെ, 1 പത്രോസ് 1:2 റെഫറൻസ് നിങ്ങൾ എഴുതി വെക്കണം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എഫേസ്യർ 1:7. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യർ 1:14. ഇവിടെയെല്ലാം ദൈവിക ത്രിത്വങ്ങൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നു. മഹത്വത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ദർശനം കാണുവാൻ കഴിയും. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പിക്കുവാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, അല്ലേ? നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷകളിലും രാജ്യത്തും. വെളിപ്പാട് പുസ്തകം 5-9-10 വാക്യം നിങ്ങൾ നോട്ട് ചെയ്ത് വായിച്ച് പഠിക്കണം കേട്ടോ. റെഫറൻസ് ഒന്നുകൂടെ പറയാം. എഫേസ്യർ 3:1-5 വരെ, 1 പത്രോസ് 1:2 മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, കൊലോസ്യർ 1:14, വെളിപ്പാട് 5:9-10, വെളിപ്പാട് 22:17, വെളിപ്പാട് 22:17, യോഹന്നാൻ 16:23, യോഹന്നാൻ 16:23, റോമർ 8:26-27, റോമർ 8:26-27. ബലഹീനരായ മനുഷ്യൻ, കുറവുള്ള മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, ഒരു മനുഷ്യൻ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് പോലെ, ഒരു കടലിന്റെ അടിത്തട്ടിൽ പോയി മുങ്ങി താഴുന്നത് പോലെ, രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ കുരുക്കിനകത്ത് അകപ്പെട്ട് കിടക്കുന്നത് പോലെ, പാപം എന്നതിൽ മനുഷ്യനകപ്പെട്ട് കിടക്കുക. മനുഷ്യന്റെ ബലഹീനത മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോയിരിക്കും ഈ വാക്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ. അപ്പോൾ അവിടെയാണ് ഈ മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയ ദൈവിക രക്ഷ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയും നമുക്ക് നൽകി തന്നു. അതിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 8:26-27 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ബലഹീനരായ നമുക്ക് ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒന്നും അല്ല കേട്ടോ നമുക്ക് തുണ. ആത്മാവ് നമുക്ക് തുണ നിൽക്കുകയാണ്. മാറ്റമില്ലാത്ത ദൈവം. നമ്മുടെ കുറവുകൾ ദൈവത്തിന് അറിയാം, നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് അറിയാം. എന്നാൽ ഒരപ്പൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ഇടയ്ക്കൊക്കെ ഒരു അടിയൊക്കെ തന്ന്, അല്ലേ, ഇടയ്ക്കൊരു പനിയും ഒരു ക്ഷീണവും ഒരു പ്രതിസന്ധിയൊക്കെ ഇട്ട്
നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യുന്നതിന് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ ദൈവത്തിന് ഇഷ്ടമാണേ. നമ്മളൊന്ന് ആത്മവിശ്വാസത്തിൽ വർദ്ധിക്കണ്ടേ, ധൈര്യം ഉണ്ടാകണ്ടേ, ഈ ബലഹീനതയൊക്കെ മാറണ്ടേ. ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ വീണ്ടെടുപ്പിൽ ഉൾപ്പെട്ടവരായതുകൊണ്ടാ ഇങ്ങനെ ശിക്ഷിച്ചൊക്കെ വളർത്തുന്നത്. ഇല്ലെങ്കിൽ എതിരേലൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചേനെ. ഒരു ട്രെയിനിങ് നമുക്ക് തരുന്നത് അതുകൊണ്ടാ. സ്തോത്രം. അപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് നാം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. ഓക്കെ, ത്രിയേക ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ. ത്രിയേക ദൈവത്തിന്റെ ആളത്വം നമ്മൾ പഠിച്ചു. അല്ലെ, ദൈവിക ത്രിത്വം പഠിച്ചു. 1. 2, ത്രിയേക ദൈവത്തിന്റെ സവിശേഷതകൾ, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. കേട്ടിട്ടുണ്ടോ? ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. അതിലെ ദൈവം നിത്യനാണ്. ഗോഡ് ഈസ് എറ്റേണൽ. അവർ ഗോഡ് ഈസ് എറ്റേണൽ ഗോഡ്. നിത്യനായ ദൈവം. സങ്കീർത്തനം 90:2, പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലം നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. സങ്കീർത്തനം 90:2. വെളിപ്പാട് പുസ്തകം 1:8, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനും അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. വെളിപ്പാട് 1:17. ദൈവത്തിന് ആരംഭവും അവസാനം ഉണ്ടോ? നിത്യനാണ് ദൈവം. അവൻ നിത്യരാജാവാണ്, അക്ഷയനുമാണ്, അമർത്യനായ ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലം നിർമ്മിച്ചതിനും മുമ്പേ അനാദി ശാശ്വതമായ ദൈവമാണ്. ഞാൻ സ്വയംഭൂവാണ്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. അല്ലേ? ഞാനാകുന്നവൻ ഞാനാകുന്നു. പണ്ട് പാട്ട് പാടുന്നുണ്ട്, ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ. അല്ലേ? അനാദി ശാശ്വതമായ ദൈവം എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം കൂടെയുണ്ട്. ആമേൻ. ആ ദൈവം നിത്യനായ ദൈവമാണ്. മനുഷ്യർ മാറിയാലും ദൈവം മാറുകയില്ല. മനുഷ്യന്റെ വാക്കുകൾ പരിമിതിയുള്ളതാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ. കേട്ടോ സഹോദരാ, മനുഷ്യന്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നിത്യനായ ദൈവം. യോഹന്നാൻ 1:17 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെയായെന്ന്. സ്തോത്രം. ആത്മഭീഷതയില്ലേ? 1:9 ആത്മഭീഷതയിലായി. യഹോവയായ ദൈവത്തെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക, വെള്ളോടിന് സാദൃശ്യനവൻ, അഗ്നിജാലിക്കത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, നിത്യനായ ദൈവം. ഗോഡ് ഈസ് എറ്റേണൽ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. അടുത്ത രണ്ടാമത്തെ, സർവശക്തൻ, ഒംനിപൊട്ടന്റ്. അവർ ഗാഡ് ഈസ് ഒംനിപൊട്ടന്റ്. സർവശക്തനായ ദൈവം. ഒന്ന് പത്രോസ് 5:2, 2 കൊരിന്ത്യർ 12:9, റോമർ 15:19, ഇയ്യോബ് 42:2. അഖിലാണ്ടത്തിന്റെയും അതിലുള്ള സകലത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമാണ് ദൈവം. വെറും വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച ദൈവം. വെറും വാക്കുകൊണ്ട് സകലത്തെയും നാറും ശോഭയേകി മേനഞ്ഞവെന്നാ. അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:1. ഉൽപ്പത്തി പുസ്തകം 17:1. അബ്രഹാമിനോട് സംസാരിക്കുക ദൈവം. യോഹന്നാൻ 1:1 മുതൽ 3 വരെ. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 3 വരെ. ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ദൈവത്തിന് ആ വിശ്വാസം ഉണ്ടോ നമുക്ക്? നമ്മള്
നമ്മൾ പരിചയപ്പെടുന്ന സഹോദരങ്ങളോട്, കുടുംബങ്ങളോട്, ദൈവമക്കളോട് ഈ ഒരു വിശ്വാസം നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മുടെ ദൈവത്തിന് സകലം കഴിയുമെന്നും നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നും പറഞ്ഞ് അവിടെ ഹൃദയത്തിലോട്ട് അങ്ങ് കയറ്റണം. അതാ അവർക്ക് വേണ്ടിയത്. യോബ് 42:2, ജോബ് 42:2, യോബ് 42. മത്തായി 19:26. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. ദാനിയേൽ 4:35, അവൻ സകല ഭൂവാസികളെ നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യം ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ചോദിപ്പാൻ ആർക്കും കഴിയുകയില്ല. കണ്ടോ, സർവശക്തനാ. ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ഞാനാണെങ്കിൽ എന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, തട്ടിമുട്ടി ഇവരെയൊക്കെ അങ്ങ് അക്കരെ കടത്തിയൊക്കെ ഇവിടം വരെ വന്നതല്ലെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കേ, ആ തലമുറയിൽ ഒരെണ്ണം, യോശുവയും കാലേബും അല്ലാതെ ഒരെണ്ണം അക്കരെ കടന്നില്ലെന്ന്. ഇസ്രായേൽ ഒന്നാം തലമുറ ഒരെണ്ണം അല്ല, രണ്ടാം തലമുറ. ഒന്നാം തലമുറ മോശ, രണ്ടാം തലമുറ ഹാബേലും യോശുവും കാലേബും. ആ യോശുവും കാലേബും അല്ല വേറെ അല്ല അക്കരെ പോയോ? ഒരെണ്ണം അക്കരെ കടന്നില്ല. അടുത്ത തലമുറ അക്കരയ്ക്ക് പോയത്. ഒന്നല്ല, 10-30 ലക്ഷം ഉണ്ടായിരുന്നല്ലേ കർത്താവ്. ഈ 30 ലക്ഷത്തേക്ക് തള്ളിക്കടന്നിട്ട് അവരെയും കൂടെ എങ്ങനെയല്ലേ അക്കരെ കടത്തിക്കൊണ്ട് പോയാ നമുക്കൊരു ബലമല്ലേ? പക്ഷേ ഈ പിന്മാറ്റമുള്ള, ഈ അനീതിയുള്ള ഈ തലമുറയെ ദൈവം കൊണ്ടുപോയില്ല. ഒരവസരം കിട്ടി, അവസരവാദികളായിട്ട് കാളയൊക്കെ കുടാവിനെ ഉണ്ടാക്കി ഉല്ലസിക്കാൻ പോകുന്നതിനെ ദൈവം കൊണ്ടുപോയില്ല. പക്ഷേ യോശുവ പറയുന്ന കേട്ടനുസരിക്കാൻ തയ്യാറായി നിന്ന ലക്ഷോപലക്ഷം ജനം വേറെ ഉണ്ടായിരുന്നു. അവർ എരിഹോ പിടിച്ചെടുക്കാൻ അവർ വേണമായിരുന്നു. ഇവരാണെങ്കിൽ അവിടെ ചെന്ന് എരിഹോവിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ ദൈവങ്ങളൊക്കെ ആരാധിച്ച് അവിടെ കൂടത്തേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളായിട്ട് നിന്നോളാന്നും പറഞ്ഞ് വേണമെങ്കിൽ പട്ടണത്തിൽ കയറി, ഞങ്ങൾ ഇതിനേക്കാളും വലിയ ജോലി മിസ്രൈമിൽ ചെയ്താ, പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് എന്തുവാ, ഇതൊന്നൊരു വിഷയമല്ലെന്നും പറഞ്ഞ് അവരോടെ കൂടി എന്ത് ചെയ്തേ, കുറച്ച് ജോലിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് കുറച്ച് മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടാക്കി കൃഷിയൊക്കെ ചെയ്ത് രാജാവിനും കൊടുത്ത് അവിടെ സുഖിച്ച് കാണാനെ. ദൈവം അതല്ല ആഗ്രഹിച്ചത്. കാഹളമൂതുവാൻ, ചുറ്റി സഞ്ചരിക്കുവാൻ, അനുസരിക്കുവാൻ, പട്ടണം പിടിച്ചെടുക്കുന്ന ഒരു കൂട്ടം ജനത്തെ അക്കരെ എത്തിച്ചു. ഒത്തിരി വിശദീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സമയം പോയി നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അവിടെ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നല്ലേ, ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. വെളിപ്പാട് 17:17. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം. കേട്ടോ, ഇപ്പോഴത്തെ ഈ കാലത്തിലെ കഷ്ടമൊക്കെ നമ്മൾ സഹിക്കുന്ന ദൈവത്തിന്റെ വചനം നിവൃത്തിയാകണം. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിലൂടെ ഒക്കെ പോകുന്നത്. വചനം നിവൃത്തിയാകണം. പക്ഷെ നീ നിലവിളിച്ചാൽ നിന്റെ നിലവിളിയെങ്കിൽ കർത്താവ് ഇറങ്ങി വരും. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ലോകത്തിലെ പ്രപഞ്ചത്തിന്റെ രാജാക്കന്മാരുടെ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയില്ല. അതാണ് ദൈവത്തിന്റെ ശക്തി. അടുത്തത് സർവജ്ഞാനി, ഓംനീഷ്യന്റ്, സർവജ്ഞാനി. യിരെമ്യാവ് 17:10, വെളിപ്പാട് 2:23, 1 കൊരിന്ത്യർ 2:11. സകല ജ്ഞാനത്തിന്റെയും ഉറവിടവും അപ്രമേയവുമായ ബുദ്ധിയുമുള്ള സർവജ്ഞാനിയാണ് ദൈവം. അവൻ സകലവും അറിയുന്നു. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അറിയുന്നു. ജ്ഞാനത്തോടെ സകലത്തെ ഉണ്ടാക്കിയിരിക്കും. ദൈവിക ജ്ഞാനം പരിപൂർണമാണ്. അതുകൊണ്ട് ദൈവം ന്യായാധിപതിയാകുന്നു. തന്നോട് യാചിക്കുന്നവരെ അവൻ ജ്ഞാനികളാക്കുന്നു. കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നു. 1 കൊരിന്ത്യർ 3:20. സങ്കീർത്തനം 147:5. യെശയ്യാവ് 29:15.
എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യം. എബ്രായർ 4:12-13 വാക്യം. അവിടെ വായിക്കും, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി ഇരുവായത്തിലുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. സർവജ്ഞാനിയായ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഇന്നലകളെ അറിയുന്ന ദൈവം, ഇന്നകളെ അറിയുന്ന ദൈവം, നാളുകളെ അറിയുന്ന ദൈവം. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന മുന്നമേ ഞാൻ നിങ്ങളും എന്തായിത്തീരും, എങ്ങനെയാകുമെന്ന് കൃത്യം അറിയുന്ന ഒരു ദൈവം. അടുത്തത് സർവവ്യാപി, ഒമ്നി പ്രസന്റ്, സർവവ്യാപി. ദൈവം എല്ലായിടങ്ങളിലും ഉണ്ട്. യെരമ്യാവ് 23:24, മത്തായി 18:10, സങ്കീർത്തനം 139:7. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒരേ സമയത്ത് എല്ലായിടത്തും അവന്റെ സാന്നിധ്യമുണ്ടെന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അല്ലേ? എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്തേനെ. എന്നാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ വിളിച്ചേനെ, നീ അവിടെ, എന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവും, ദൈവം കാണാത്ത ഒരു ഇടവുമില്ല. സർവവ്യാപിയാണ്. പക്ഷേ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കുന്ന ദൈവമാണ്. ഇതിനൊക്കെ ശിക്ഷ കൊടുക്കാനും പ്രതികരിക്കാനും ദൈവം തുടങ്ങിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമോ? ഒന്ന് ചിന്തിച്ചാൽ മതി. ആരും കൈവക്കി സ്വത്രം പറയണ്ട. പക്ഷെ നമ്മുടെ ദൈവം എത്ര വലിയവൻ, എത്ര ശ്രേഷ്ഠൻ, അത്യുന്നതനായ ദൈവം, അല്ലേ? ആ ദൈവം എന്നും ജീവിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:27-28. അപ്പോസ്തല പ്രവൃത്തി 17 അവിടെ ഒരു വാഗ്ദത്ത വചനം പോലെയാ പറയുന്നത്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ആരോടാ പറയുന്നേ? ആരോടാ? ലൂസിൽ യാക്കോബിനോട് യഹോവയ ദൈവം ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുക. ഉൽപ്പത്തി പുസ്തകം 15-16 അധ്യായങ്ങളിൽ. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ഈ രാജ്യത്തേക്ക്, ലൂസ് എന്ന പട്ടണത്തിന് ബഥേൽ എന്ന അപ്പത്തിന്റെ ഭവനം, അല്ലേ? ബഥേൽ എന്ന് പേരിട്ടു. അവിടെ വെച്ച യാക്കോബിന് ധൈര്യമുണ്ടായി. ഒരു കാര്യമുണ്ട്, എപ്പോഴും യാക്കോബിന്റെ മനസ്സിനകത്തൊരു ചിന്തയുണ്ട്, എന്നെ മടക്കി വരുത്തുന്നൊരു ദൈവമുണ്ട്, എന്നെ മടക്കി വരുത്തും. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ പ്രതിസന്ധിയിലും ഈ പ്രതികൂലത്തിലും ഈ കഷ്ടതയിലും എന്നെ മടക്കി വരുന്നൊരു ദൈവമുണ്ട്. എനിക്ക് ചില വാക്തത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഈ വാക്തത്വങ്ങൾ നിറവേറ്റുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഇന്നലകളിൽ ദൈവത്തിന്റെ ആത്മാവ് പല സമയങ്ങളിൽ നിങ്ങളോട് പലതും സംസാരിച്ചിട്ടില്ലേ? അവിടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം സന്ദർശിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് മറന്നു പോകരുത്. അത് വെച്ച് പ്രാർത്ഥിച്ചോണം. യാക്കോബ് അവിടെ പോയി തന്റെ ജീവിതം തുടങ്ങി, ആടുകളെ വളർത്തി, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ യാക്കോബിന്റെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ചിന്തയുണ്ട്, എന്നെ മടക്കി വരുത്തുന്നൊരു ദൈവം, എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നൊരു ദൈവം, ആമേൻ, എന്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവമാണ് സർവവ്യാപി, അവരെല്ലായിടത്തും ഉള്ള ദൈവം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 23-24 വാക്യം. എഫേസ്യർ 1:23-24. സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അധികാരം, ഈ ദൈവ പ്രസൻസ് സഭയ്ക്ക് ദൈവം തന്നിരിക്കുക. ആമേ. സഭയെന്ന് പറഞ്ഞത് നമ്മളാ, നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുക. ഓക്കെ, ലാസ്റ്റ് ത്രിയേക ദൈവത്തിന്റെ ധാർമ്മിക ഗുണങ്ങൾ. ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം, അല്ലെ? കുഴപ്പമില്ലല്ലോ, 5 മിനിറ്റ്. ത്രിയേക ദൈവത്തിന്റെ ധാർമ്മിക ഗുണങ്ങൾ. അതിലൊന്ന്, ദൈവം വിശുദ്ധനാണ്. നമുക്കറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്, എങ്കിൽ അത് ക്രമമായിട്ടൊന്ന് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗം. ഒന്ന്, ദൈവം വിശുദ്ധനാണ്. പുറപ്പാട് 15:11, 1 ശമൂവേൽ 2:2, യെശയ്യാവ് 6:3.
ദൈവം വിശുദ്ധനാണ്. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ദോഷം കണ്ടുകൂടാതെ നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം വെറുക്കുന്നവനുമായ പരിശുദ്ധനാണ് ദൈവം. അവൻ വിശുദ്ധിയിൽ അധിവസിക്കുന്നു. പാപത്തിന്റെ അശുദ്ധിയിലും ലാഞ്ചന പോലും അവനിലില്ല. ആകയാൽ ദൈവം തന്റെ ജനത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന അവരുടെ ആയിരിക്കണം. അപ്പോൾ ഒന്ന്, ദൈവം വിശുദ്ധനാണ്. രണ്ട്, ദൈവം നീതിമാൻ. സങ്കീർത്തനം 116:5, എബ്രായർ 9:15, യിരെമ്യാവ് 12:1. ദൈവം നീതിമാൻ. സങ്കീർത്തനം 89:14, എസ്രാ 9:15, നെഹമ്യാവ് 9:33. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രസംഗ വിഷയം കൂടി കേട്ടോ. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കാം. നീതിമാൻ, ദൈവം നീതിമാൻ എന്ന ഒറ്റ വിഷയം എടുത്ത് 15 മിനിറ്റ് മെസ്സേജ് കൊടുക്കുക. ദൈവം വിശുദ്ധൻ, ആ വാക്യങ്ങൾ എടുത്ത് 15 മിനിറ്റ് മെസ്സേജാ. സർവ്വവ്യാപിയായ ദൈവം, 15 മിനിറ്റ് മെസ്സേജാ. സ്തോത്രം. 15 മിനിറ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം എവിടെ മനസ്സിലായല്ലോ. സാർ ഇങ്ങനെ കിടന്ന് ഘോരം തൊണ്ട കയറി നിങ്ങളെ വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള വിഷയം കൂടി ഇവിടെ തരുന്നത്. എസ്രാ 9:15, നെഹമ്യാവ് 9:33, യെശയ്യാവ് 45:1. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. ദൈവം നീതിമാൻ, സകല വഴികളിലും നീതിമാനാണ് ദൈവം. വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിൽ നീതിയോടുകൂടെ തന്റെ സൃഷ്ടികളോട് ഇടപെടുന്നു. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്യുന്നു. നീതിയിൽ ശിക്ഷയും പ്രതിഫലവും അടങ്ങിയിട്ടുണ്ട്. നീതിയിൽ എന്തുണ്ട്? നീതിമാനായ ദൈവമാണെങ്കിൽ അതിൽ ശിക്ഷയുണ്ട്, പ്രതിഫലവും ഉണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. ദൈവം നീതിമാനാണെങ്കിൽ അതിൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്. മറക്കരുത്. ഇനി അടുത്തത്, മൂന്നാമത്തത്, ദൈവം കരുണയുള്ളവൻ. ത്രിയേക ദൈവത്തിന്റെ ധാർമ്മിക ഗുണങ്ങളിൽ മൂന്നാമത്തെ, ദൈവം കരുണയുള്ളവൻ. നെഹമ്യാവ് 9:17, നെഹമ്യാവ് 9:19, റോമർ 5:10. ദൈവം കരുണയുള്ളവൻ. കാരണം ദൈവം കരുണയുള്ളവൻ എന്ന് പറയാൻ കാരണം, പാപം ചെയ്തിട്ടും വീണ്ടും 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 ക്ഷമിച്ച് നമ്മളെ ഇന്നും ഈ വീഡിയോയിൽ വരാൻ നിർത്തിയത് ഓർത്ത് സ്തോത്രം. സത്യത്തിൽ നമ്മുടെ കുരുത്തക്കേടും നമ്മുടെ കുശുമ്പും നമ്മുടെ അസൂയയും നമ്മുടെ പിണക്കവും, പിണങ്ങാത്ത ആരിലുണ്ടോ ഇവിടെ? ഓ, നിങ്ങളൊന്നും പിണങ്ങിയാലായിരിക്കും. ഇന്നും കൂടെ പിണങ്ങിയായിരിക്കും വന്നിരിക്കുന്ന ഭർത്താവിനോട്, അല്ലേ മക്കളോട്. ഇന്ന് പിണങ്ങി എത്ര പേരുണ്ട്? കൈവക്കണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇന്നലത്തെ മനിഞ്ഞാത്തൊക്കെ പോട്ടെ, ഇന്ന് പിണങ്ങിയവരുടെ കാര്യം ഞാൻ ചോദിച്ചു. സ്തോത്രം. നമ്മൾ ഓപ്പൺ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓപ്പൺ ക്ലാസ് ആണെങ്കിൽ. ഓക്കെ. അപ്പം ദൈവം കരുണയുള്ളവനാണ്. ദൈവത്തിന്റെ കരുണയിലാണ് ഒരു പാപി രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നത്. പാപിയായ മനുഷ്യൻ, പാപം ചെയ്യുന്നവൻ, ദൈവത്തിന്റെ മഹാകരുണയിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുന്നു. നമ്മുടെയൊക്കെ ഈ കുശുമ്പും കുരുത്തക്കേടുകളും നമ്മുടെ പാപ സ്വഭാവങ്ങളും നമ്മുടെ ബലഹീനതകളും ഒക്കെ അറിയുന്ന ദൈവം നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിരിക്കുക കേട്ടോ. കരുണയോടെ നിർത്തിയിരിക്കുക. എത്ര കരുണയുള്ള ദൈവം അല്ലേ നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം. എത്ര നല്ലവനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹം അതൊന്നും നമുക്ക് മറക്കാൻ പറ്റിയല്ല. സ്തോത്രം. അടുത്തത്, ദൈവം സ്നേഹമുള്ളവൻ. നാലാമത്തത് അല്ലെ, നാലാമത്തെ പോയിന്റ് അല്ലേ, ദൈവ സ്നേഹമുള്ളവൻ. 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:8, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ.
കേട്ടോ. അടുത്തത് യോഹന്നാൻ 3:16. പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, നമ്മെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവനെ നൽകുമെന്നൊക്കെ ലോകത്തെ സ്നേഹിച്ചു. ബൈബിളിന്റെ കീ വേഴ്സ് ആണ്, ആപ്തവാക്യമാണ്. 66 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാന കണ്ടന്റ് ആണ് യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം. നിങ്ങൾ ആര് ചോദിച്ചാലും പറയണം നിങ്ങളുടെ ബൈബിളിന്റെ തീം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബൈബിൾ എന്തൊട്ട് ബൈബിളാന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ഭാഷയല്ലേ, തിരുവനന്തപുരംകാരല്ലേ, എന്തിരോ ബൈബിള്, എന്തിരേത് എന്ന് ചോദിച്ചാ പറയണം. നമ്മുടെ ബൈബിളിലെ നിങ്ങളുടെ ബൈബിൾ എന്താന്ന് ചോദിച്ചാൽ അത് ഏറ്റവും നിങ്ങൾ പറയേണ്ട കാര്യം, തന്റെ ഏകജാതനായ പുത്രനെ, യഹോവയായ ദൈവത്തിന്റെ മകനായിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുമെന്നൊക്കണം ലോകത്തെ സ്നേഹിച്ചു. പാപിയായ നമ്മെ സ്നേഹിച്ചു. അതാണ് ബൈബിൾ, അതാണ് ദൈവവചനം, അതാണ് ബൈബിളിന്റെ ആപ്തസൂത്രവാക്യം. സ്വാർത്ഥരഹിതരും നിഷ്കളങ്കരുമായ സ്നേഹമുള്ളവനാണ് ദൈവം. പാപികളായ മനോജാതിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി തന്റെ ഏകജാതന പുത്രന്റെ കാൽവരി യാഗമായി അർപ്പിക്കാൻ തക്ക ലോകത്തെ സ്നേഹിച്ചു. നിങ്ങൾക്കറിയാമോ, ഹൃദയത്തിന്റെ അകത്ത് നിങ്ങൾ ചിന്തിക്കണം, ഹൃദയത്തിന്റെ അകത്ത് അത്യുന്നതിന് മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും, ഞാൻ വാണരുളും എന്ന് ഒരു ചിന്ത ഈ ബ്രെയിനിനകത്ത് ഒരു ദൂതൻ ഉണ്ടായതിന്റെ പ്രതിഫലം എന്താണെന്നറിയാമോ? മറുപടി എന്താണെന്നറിയാമോ? ഈ ബ്രെയിനിനകത്ത് ഒരു ചിന്ത ഉണ്ടായതിന്റെ മറുപടി എന്താ? വെട്ടി താഴെയിട്ടു. ആ ദൈവത്തിന്റെ കോപവും തീഷ്ണതയും ശിക്ഷയും നിങ്ങൾ മനസ്സിലാക്കിക്കേ, വെട്ടിത്താട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ദൈവം ആക്കി വെച്ച തോട്ടത്തിൽ സകല പരമാധികാരിയായിരുന്ന മനുഷ്യന് പാപം ചെയ്തപ്പോൾ ദൈവം വെട്ടിയിട്ടോ? ഭൂമി മുഴുവൻ വഷളത്വം നിറഞ്ഞപ്പോൾ നോഹയുടെ കാലത്ത് ദൈവം വെട്ടിക്കളഞ്ഞോ? അവിടെ ഒരു കുടുംബത്തെ നിർത്തിയില്ലേ? അതിനെന്താ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നും ഈ പാപം ചെയ്തിട്ട് നമ്മളെ വെട്ടിക്കളയാത്ത എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ഉൽപ്പത്തി 1:27 വായിക്കണം. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ആമേൻ, അതുകൊണ്ട് മാത്രമാ. അല്ല പണ്ടേ തമ്പുരാൻ വെട്ടിക്കളഞ്ഞു. നമ്മുടെ കുഞ്ഞ് നമ്മുടെ രൂപത്തിലായിരിക്കുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്നേഹം അവനോട് ഉണ്ടാവില്ലേ? ഇല്ലേ? നമ്മുടെ കളറും നമ്മുടെ സ്വരൂപവും ഒക്കെ ആണെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളോട് ഉണ്ടാകുന്നേക്കാൾ ഒരു സ്നേഹം നമുക്കുണ്ടാവും. 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളുടെ ഒരേ രൂപമാവണമെന്നില്ല. അപ്പന്റെ രൂപം കാണും, അമ്മയുടെ രൂപം കാണും, ഇല്ലേ? ഇത് നമ്മുടെ രൂപത്തിലാണെങ്കിൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? നമ്മളൊരു മിററിൽ നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? അവരവരുടെ ഫോട്ടോ, അവരവരുടെ മുഖം കണ്ണാടിയിൽ കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുഖം നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? ഏത് രൂപത്തിലിരുന്നാലും. പിന്നെ മറ്റുള്ളവരുടെ മുഖം കാണുമ്പോഴാണ് നമ്മുടെ മുഖം കൊള്ളുകയെന്ന് തോന്നുന്നത്. നീ മറ്റുള്ളവരെ നോക്കാൻ പോണ്ടെന്നേ, നീ അവനവന്റെ മുഖം നോക്കിയാൽ മതി. സ്തോത്രം. പോട്ടെ, അങ്ങനെ പോയ ഒത്തിരി കാര്യങ്ങൾ പറയും. സംഘം അവളുടെ ഇപ്പൊ 10 മിനിറ്റ് മുന്നോട്ട് പോയി. അടുത്തത് 5-ാമത്തെ ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ആവർത്തന പുസ്തകം 32:4. ആവർത്തനം 32:4. ദൈവം വിശ്വസ്തൻ. എബ്രായർ 6:17. 1 കൊരിന്ത്യർ 1:9. നമ്മുടെ ദൈവം ആരാണ്? വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വ്യാജം പറയുന്ന ദൈവമല്ല. ആണോ? നമ്മുടെ ദൈവം വ്യാജം പറയുന്ന ദൈവമാണോ? അല്ല, പറഞ്ഞത് ചെയ്യും. അടുത്തത് ദൈവം സത്യവാൻ. ദൈവം സത്യവാൻ. യിരെമ്യാവ് 10:10.
നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പഠിച്ചതാട്ടോ. സത്യവാനായ ദൈവം അല്ലേ? യഹോവ സത്യവാൻ, ദൈവം സത്യവാൻ. അടുത്ത ദൈവം അമർത്യൻ. 8-ാമത്തത് ദൈവം അമർത്യൻ. 1 തിമോഥെയോസ് 1:17, 1 തിമോഥെയോസ് 6:16. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യർ ആര് കാണാനും കാണുവാൻ കഴിയാത്തവനുമായ സർവശക്തനായ ദൈവം അല്ലേ? ആ ദൈവം തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. 9-ാമത്തെ ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു. യോഹന്നാൻ 1:5, യെശയ്യാവ് 60:19. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്ന ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശം. നിന്റെ ദൈവം നിന്റെ തേജസ്. ദൈവം വെളിച്ചമാകുന്നു. അടുത്ത ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. എബ്രായർ 12:29. എബ്രായർ 12 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അടുത്തത് ദൈവം ന്യായാധിപതി. ദൈവം ന്യായാധിപതി. 1 പത്രോസ് 1:17. 1 പത്രോസ് 1:17. അപ്പൊ ത്രിത്വത്തിൽ പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. ഇനി 3-ാമത്തെ കൂടി ഉണ്ട്, പരിശുദ്ധാത്മാവ്. അത് നമുക്ക് പഠിക്കാൻ സമയമില്ല. അത് ഹോളി സ്പിരിറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മുടെ തിയോളജിയിൽ 2-ാം ഭാഗമാണത്, പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത സെമസ്റ്ററിൽ പഠിക്കാം, ദൈവം അനുവദിച്ചാൽ.